എൻ്റെ ദൈവമേ! സിൽവിയിൽ നിന്നും ഒരാർത്തനാദമുയർന്നത് വളരെ പെട്ടെന്നാണ്. കുടിയേറ്റ ഗ്രാമമായ പുല്ലരിയിൽ മുളപൊട്ടുന്ന പ്രണയവും തുടർ സംഭവ വികാസങ്ങളും ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം 9ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. അപ്പച്ചൻ ചേട്ടൻ വന്നത് ജിമ്മിയുടെ വിവരങ്ങൾ അന്വേഷിക്കാനും അതുപോലെ തന്നെ 1 മാസത്തേക്ക് സഹായത്തിന് നിൽക്കാൻ ഒരാളെ സംഘടിപ്പിച്ച കാര്യം പറയാനും വേണ്ടിയാണ്. പുല്ലരിയിൽ തന്നെയുള്ള കമ്പൗണ്ടർ തോമാച്ചനാണ് ഇക്കാര്യത്തിനു വേണ്ടി അപ്പച്ചൻ ചേട്ടൻ കണ്ടുപിടിച്ച ആൾ. അപ്പച്ചന് വിശ്വാസവും ഇഷ്ടവുമുള്ളയാളാണ്. കമ്പൗണ്ടർ തോമാച്ചൻ എന്ന് വിളിക്കുമെങ്കിലും ഇപ്പോൾ അയാൾ കമ്പൗണ്ടറൊന്നുമല്ല. നേരത്തെ ഏതോ ഒരു മുറി വൈദ്യൻ്റെ കൂടെ കമ്പൗണ്ടറായി നിന്നിരുന്നതാണ് കുറച്ചു കാലം. അന്ന് വീണ പേരാണ് കമ്പൗണ്ടർ തോമാച്ചൻ. ഇപ്പോൾ കൃഷികാര്യങ്ങളാണ് പ്രധാനമായ വരുമാന മാർഗം. എങ്കിലും രോഗീ ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം തോമാച്ചനുണ്ട്. അപ്പച്ചൻ ചേട്ടന് കുറേ കാശ് കൊടുക്കാനുമുണ്ട്. പലപ്പോഴായി കടം വാങ്ങിയതാണ്. തോമാച്ചൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ തിരിച്ചു തരാൻ. അങ്ങനെ അവർ തമ്മിൽ ഒരു ബാധ്യതാബന്ധം ഉണ്ട്. തോമാച്ചൻ്റെ ഭാര്യ ലാലമ്മ ഭൂമിയിൽ കുനിഞ്ഞ് ഒരു പണിയെടുക്കില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും കടയിൽ നിന്ന് പണം കൊടുത്ത് തന്നെ വാങ്ങണം. പുല്ലരിയിലെ മറ്റു വീടുകളിലൊക്കെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, മുട്ടകൾ എന്നിവ വീട്ടമ്മമാർ തന്നെ കൃഷി ചെയ്തും കോഴി വളർത്തിയും ഉണ്ടാക്കും. ചിലർക്കൊക്കെ മുട്ടയും പച്ചക്കറിയുമൊക്കെ വിൽക്കാനും കാണും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു വരുമാന മാർഗവും കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ലാലമ്മ തയ്യാറല്ല. എന്നാ കാര്യം? പണിയെടുക്കാൻ മടി, അത്ര തന്നെ. കയ്യിൽ മണ്ണ് പറ്റിക്കാനും കയ്യിൽ കോഴിക്കാട്ടം പറ്റാനും താല്പര്യമില്ല. അതുകൊണ്ട് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും വാങ്ങി തോമാച്ചൻ വീട്ടിലെത്തിക്കണം. തോമാച്ചനും ലാലമ്മയ്ക്കും ഒരു മകളാണ്, ജെസി. അവൾ സിൽവിയുടെ ഒപ്പം അതേ സ്കൂളിൽ പഠിക്കുന്നു. അവളും അമ്മയെപ്പോലെ മടിച്ചിയാണെന്നാണ് തോമാച്ചൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ജിമ്മിയുടെ കാര്യത്തിലേക്ക് വരാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനാണ് പ്രധാനമായും ജിമ്മിക്ക് സഹായം വേണ്ടത്. കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും പോകാൻ ഒരു സഹായം ആവശ്യമാണ്. തോമാച്ചനെ സംബന്ധിച്ചിടത്തോളം അതിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാവരുമൊന്നും ഏറ്റെടുക്കുന്ന കാര്യമല്ല അത്. എന്താണ് കൊടുക്കേണ്ടത് എന്ന് അപ്പച്ചൻ ചേട്ടൻ ചോദിച്ചു. എങ്കിലും തോമാച്ചൻ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. നനഞ്ഞ ഇടം കുഴിക്കുന്ന തരം അല്ല അവൻ. ഏതായാലും ചെന്ന് നോക്കട്ടെ. 1-2 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അധികമൊന്നും വേണ്ടി വരികയില്ല. ചെറുതായി എന്തെങ്കിലും തന്നാൽ മതിയാകും. അവിടെ നിന്നും ഭക്ഷണം കിട്ടുമല്ലോ. പിന്നെ തന്നെ പട്ടിണിക്കിടുമോടൂ. അവിടുത്തെ ജിമ്മി സാർ കഴിച്ചാൽ തനിക്കും തരും. പിറ്റേ ദിവസം മുതൽ തന്നെ രാവിലെ തോമാച്ചൻ പോകും. അത്യാവശ്യമായി സാറിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സഹായിക്കും. അതിനുശേഷം ഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകും. വൈകുന്നേരം വീണ്ടും ഒരു തവണയും കൂടി പോകും. കുളി പോലുള്ള കാര്യങ്ങൾക്ക് സഹായിച്ച് തിരിച്ചു പോകും. പിടിച്ച് നടന്നു പോകാനുള്ള സൗകര്യം തോമാച്ചൻ തന്നെ കെട്ടി റെഡിയാക്കി കൊടുത്തു. അതുകൊണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ അയാൾ വരാൻ വൈകിയാലും സാറിന് അതിൽ പിടിച്ച് പോകാൻ കഴിയും. അതു വലിയ ഉപകാരമായി. രാവിലെ 10 മണിയാകാറായപ്പോഴേക്കും ഓഫീസിൽ നിന്നും ശങ്കരൻ വന്നിരുന്നു. വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും പറഞ്ഞു. അറിയാൻ ജിമ്മിക്കും താല്പര്യമുണ്ടല്ലോ. സഹായിയായി ഒരാളെ കിട്ടി എന്നറിഞ്ഞപ്പോൾ ശങ്കരനും വലിയ സന്തോഷമായി. ഒറ്റയ്ക്ക് സാർ എന്തു ചെയ്യും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ശങ്കരൻ. ശങ്കരൻ പോയപ്പോൾ ജിമ്മി അയാളോട് പറഞ്ഞു വിട്ടു. ഓഫീസിൽ വരുന്ന ഫയലുകൾ കൊണ്ടുവന്ന് തന്നാൽ ഇവിടെ വെച്ച് പണിയെടുക്കാം.
ഫയലുകൾ എത്രയും പെട്ടെന്ന് തന്നെ തീർപ്പാക്കി ഓഫീസർക്ക് സമർപ്പിക്കാം. തീർപ്പായ ഫയലുകൾ പിറ്റേ ദിവസം ശങ്കരൻ വരുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ. ഒരു കാരണവശാലും ദീർഘമായ ഒരു കാത്തിരിപ്പ് അപേക്ഷകർക്ക് വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അതുകൊണ്ട് നാളെ മുതൽ ഓഫീസറോട് പറഞ്ഞിട്ട് ശങ്കരൻ ഇത് ചെയ്യണം. എനിക്കാണെങ്കിലും ബോറടിച്ചു തുടങ്ങി. ഓഫീസർക്കത് വളരെ സന്തോഷമായി. ഒരു മാസത്തെ കാര്യം എങ്ങനെ നോക്കും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്നേരം അവിടുന്ന് തന്നെ അങ്ങനെ ഒരു ഓഫർ വന്നല്ലോ. ഫയലുകൾ കൊണ്ടുവന്ന് നോക്കാൻ ഓഫീസർ സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് പിറ്റേ ദിവസം മുതൽ ശങ്കരൻ ഫയലുകൾ കൃത്യമായി ജിമ്മിയുടെ അടുത്ത് എത്തിക്കാൻ തുടങ്ങി. ജിമ്മി എല്ലാം കൃത്യമായി നോക്കി പഠിക്കും. എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നോട്ടായി എഴുതി വച്ച് ഫയലുകൾ തീർപ്പാക്കി ഓഫീസർക്ക് സമർപ്പിക്കാവുന്ന രീതിയിൽ പിറ്റേ ദിവസം തന്നെ കൊടുത്തുവിടും. മാറിയ സാഹചര്യങ്ങളോട് ജിമ്മി സാർ അങ്ങനെ പൊരുത്തപ്പെട്ടു. വീടിനുള്ളിലൂടെ നടക്കാനും സ്വന്തം കാര്യങ്ങൾ തോമാച്ചൻ വന്നില്ലെങ്കിലും ചെയ്യാനും ഫയലുകളെല്ലാം ഒരു മുടക്കവും കൂടാതെ നോക്കി ഫോർവേഡ് ചെയ്യാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇനി അപ്പച്ചൻ ചേട്ടൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മലഞ്ചരക്കിൻ്റെ വിലക്കുറവിൽ ആധിപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ അപ്പച്ചൻ ചേട്ടൻ. എന്നാൽ ആ വിലക്കുറവ് ദീർഘകാലത്തേക്കൊന്നും നീണ്ടു നിന്നില്ല. അവർക്ക് അനുകൂലമായി ഒരു മാറ്റം എവിടെയോ ഉണ്ടായി. വിദേശങ്ങളിലെ ഏതോ രാജ്യത്തൊക്കെ കാലാവസ്ഥ മോശമായതിനാൽ ഉൽപ്പാദനം വല്ലാതെ കുറയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലഞ്ചരക്ക് പഴയതുപോലെ വില വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് കുരുമുളകും റബ്ബറുമെല്ലാം വില വർധനവ് കാണിക്കാൻ തുടങ്ങി. ഉൽപ്പാദനം കുറവാണ്, എങ്കിലും വില വർദ്ധിച്ചതുകൊണ്ട് കച്ചവടക്കാർക്കും ജനങ്ങൾക്കും അതൊരു സമാധാനമായി. സിൽവിക്ക് ഓണപ്പരീക്ഷയാകാറായി. തീയതി പ്രഖ്യാപിച്ചു. ക്ലാസ്സുകളെല്ലാം പരീക്ഷ വരെയുള്ളത് കഴിഞ്ഞു. എല്ലാവരും ഓണപ്പരീക്ഷയ്ക്കുള്ള പഠനത്തിൻ്റെ തിരക്കിലേക്ക് മാറി. അങ്ങനെയിരിക്കെ സിൽവിക്ക് ഒരു ദിവസം 1-2 സംശയങ്ങൾ തീർക്കേണ്ടതായി വന്നു. അതിനായി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവൾ ജിമ്മി സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ കയറി. ഗൂഢമായ മറ്റൊരു ലക്ഷ്യം കൂടി അവൾക്കുണ്ടായിരുന്നു. എങ്കിലും അതാരോടും പറഞ്ഞില്ല. അതിപ്പോൾ ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പറഞ്ഞാലല്ലേ പിന്നെയും കുഴപ്പം. സംശയം തീർക്കണമെന്ന കാര്യം ബേബിയോട് പറഞ്ഞിരുന്നു. അവനോട് കൂടെ വരാനും പറഞ്ഞു. അവനതനുസരിച്ച് സിൽവിയോടൊപ്പം വന്നു. എന്നിട്ട് മറ്റു കുട്ടികളുടെ കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നു. സിൽവി അകത്ത് കയറി ജിമ്മി സാറിനെ കണ്ടു. അന്ന് തീർക്കേണ്ട ഫയലുകളെല്ലാം തീർത്ത് ഫയൽ പാഡിൽ കെട്ടിവയ്ക്കുകയായിരുന്നു സാർ അന്നേരം. എന്താ വിദ്യാർത്ഥിനി ഈ വഴിക്കൊക്കെ? കുറേ ദിവസമായല്ലോ ഇതിലേ വന്നിട്ട്. ഈ വഴി മറന്നു പോയായിരുന്നോ? മറന്നിട്ടൊന്നുമല്ല, സാറല്ലേ പറഞ്ഞത് ഇനി പ്ലാസ്റ്ററൊക്കെ എടുത്ത് സുഖമായി കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ക്ലാസ്സിന് അന്ന് വന്നാൽ മതിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വെറുതെ വരാമായിരുന്നില്ലേ? എനിക്ക് ആരും സംസാരിക്കാനില്ലാതിരിക്കുകയല്ലേ. കുറച്ച് സമയം സംസാരിച്ചിട്ട് പോകാമായിരുന്നല്ലോ. അമ്മച്ചി എന്തിയേ? ഇവിടെ ഇല്ലേ? അവൾ മനഃപൂർവ്വം വിഷയം മാറ്റി. അടുക്കളയിൽ കാണും, അങ്ങോട്ട് ചെല്ല്. അവൾക്കിപ്പോൾ അമ്മച്ചിയെ കാണാനല്ലേ തിരക്ക്. എനിക്ക് 1-2 സംശയങ്ങൾ ഉണ്ടായിരുന്നു. സാർ അതൊന്ന് പറഞ്ഞു തരുമോ എന്നറിയാനാണ് ഞാൻ ഇന്ന് വന്നത്. ചോദിച്ചോളൂ, പറഞ്ഞു തന്നേക്കാം. സംശയമുണ്ടായിരുന്ന 2 ചോദ്യങ്ങളും സാറിനോട് സിൽവി ചോദിച്ചു. സാർ അപ്പോൾ തന്നെ അതിനുത്തരം വളരെ ലളിതമായി ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തു. അവൾക്ക് അത് അപ്പോൾ ബോധ്യമാവുകയും ചെയ്തു. ഇത്രയുമേ ഉള്ളൂ, ഞാൻ പോയിക്കോട്ടെ സാർ. അപ്പോൾ അടുക്കളയിൽ നിന്നും അന്നമ്മ ചേട്ടത്തി വിളിച്ചു പറഞ്ഞു, സിൽവി കൊച്ചേ, ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ ചായ എടുത്തു, കൊച്ചിങ്ങോട്ട് വന്നേ. അവൾ അടുക്കളയിലേക്ക് ചെന്നു. ചായയ്ക്ക് കഴിക്കാൻ പഴം പൊരിച്ചത് ഒരു പ്ലേറ്റിൽ എടുത്ത് അന്നമ്മച്ചിയോടൊപ്പം മേശയിലേക്ക് വന്നു. ചായ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അന്നമ്മ ചേട്ടത്തി അടുക്കളയിലേക്ക് പോയി.
ജിമ്മി സാർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഒരു കൈ ഭിത്തിയിൽ പിടിച്ച് ഇടതുകാൽ തറയിൽ കുത്താതെ ഒറ്റക്കാലിൽ നടന്നുകൊണ്ടാണ് വരവ്. പെട്ടെന്ന് ഭിത്തിയിലെ പിടി വിട്ടുപോയി. ഒരു വശത്തേക്ക് ചാഞ്ഞ് വേച്ച് വീഴാൻ പോയി. എൻ്റെ ദൈവമേ! സിൽവിയിൽ നിന്നൊരാർത്തനാദം ഉയർന്നു. സിൽവിയുടെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവൾ ജിമ്മി സാറിൻ്റെ ഇടതുവശത്തെത്തി. സാറിന് താങ്ങായി സ്വന്തം ശരീരം തന്നെ നൽകി. കൈകൊണ്ട് താങ്ങി സാറിനെ നിർത്താനുള്ള ശക്തി തനിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. സാറിനെ താങ്ങി മെല്ലെ അവൾ കട്ടിലിലേക്കിരുത്തി. അന്നേരം അങ്ങനെ തോന്നിയതുകൊണ്ട് സാറിന് ഒന്നും പറ്റിയില്ല. എന്തോ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും ഓടി വന്ന് അന്നമ്മച്ചേടത്തി കണ്ടത് കട്ടിലിലിരിക്കുന്ന ജിമ്മിയെയും പ്ലാസ്റ്റർ ഇട്ട കാൽ ഉയർത്തി കട്ടിലിലേക്ക് വയ്ക്കുന്ന സിൽവിയെയുമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്താടാ ജിമ്മി ഒച്ച കേട്ടത്? ഞാനൊന്നും കേട്ടില്ലല്ലോ. സിൽവി ഒച്ച വലുതും കേട്ടാർന്നോ? എന്നാ പറ്റിയെന്ന് പറ മോളെ. സാറ് ഭിത്തിയിൽ പിടിച്ച് നടന്നപ്പോൾ കൈ വിട്ടുപോയി. വീണേനെ, ചിലപ്പോൾ പരിക്കും പറ്റിയേനെ. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് താങ്ങി നിർത്താൻ പറ്റി. എന്നിട്ട് വല്ലതും പറ്റിയോടാ? ഒന്നും പറ്റിയില്ല അമ്മച്ചി. ഒരു മുറി പോയാലും മിണ്ടാത്ത ഇനമാണല്ലോ. എന്നാ പറ്റിയാലും അതേ പറയൂ. നിനക്കെന്തെങ്കിലും പറ്റിയോ സിൽവി കൊച്ചേ? ഇല്ല അമ്മച്ചി, അല്ലേലും വീഴാൻ തുടങ്ങിയത് സാറല്ലേ. ഞാൻ താങ്ങി നിർത്തിയതല്ലേ ഉള്ളൂ. അന്നമ്മ ചേടത്തി ജിമ്മിയുടെ കട്ടിലിനടുത്തേക്ക് 2 കസേരകൾ നീക്കിയിട്ടു. സിൽവി ഒരു ടീപ്പോയിയും നീക്കിയിട്ട് അതിലേക്ക് ചായയും പലഹാരവും എടുത്തു വച്ചു. ഇനി ഇവിടെ ഇരുന്ന് കഴിച്ചേച്ചാൽ മതി. സുഖമായിട്ട് പോയി ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാം. അതല്ലേ അമ്മച്ചി നല്ലത്? സിൽവിയുടെ പറച്ചിൽ അന്നമ്മ ചേടത്തിക്ക് നന്നെ ബോധിച്ചു. വിദ്യാർത്ഥിനി പറയുന്നത് ഗുരുവും ചിലപ്പോഴൊക്കെ അനുസരിക്കേണ്ടി വരും. ഇപ്പോൾ മനസ്സിലായോ? അയ്യോ, ഞാനറിയാതെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ദേഷ്യം തോന്നല്ലേ സാറേ? ആര് പറഞ്ഞാലെന്താ? കാര്യമല്ലേ. കാര്യം പറഞ്ഞാൽ തിരിഞ്ഞിരിക്കണം എന്നാണല്ലോ പ്രമാണം. കളിക്കിടയിൽ ചായ കുടിക്കാൻ വിളിച്ചത് ബേബിക്കത്ര പിടിച്ചൊന്നുമില്ല. എന്നാലും അവനും വന്നു. പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ട് പിന്നെയും കളിക്കാൻ ഓടി. പഴം പൊരിച്ചതും ചായയും കഴിച്ച് കഴിഞ്ഞ് സിൽവി പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചതിന് ശേഷം സാറിനോടും അന്നമ്മച്ചേടത്തിയോടും പറഞ്ഞിട്ട് പുസ്തകങ്ങളും എടുത്ത് ബേബിയോടൊപ്പം വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് നടക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു മന്ദസ്മിതമുണ്ടായിരുന്നു. എന്താണാവോ കാരണം? അറിയാവുന്നതുപോലെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കുറവുകളൊക്കെ കാണും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.